ഹലോ ഗായ്സ്, ടെസ്സ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടാറ്റ സഫാരിയുടെ യൂസർ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ച ഓണറായ ഷാരോൺ ചേട്ടൻ ആൻഡ് ഫാമിലിനെ നമുക്ക് വീഡിയോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാറിന്റെ ഓണറായ ഷാരോൺ ചേട്ടൻ ആൻഡ് ഫാമിലിനെയാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒന്ന് പറയാമോ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും. ഞാൻ സ്മാർട്ട് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗാഡ്ജോൺ എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ സിസ്റ്റം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് വൈഫാണ്, ഗവൺമെൻറ് എംപ്ലോയി ആണ്, ശ്രുതി. ഓക്കെ, അപ്പോൾ ചേട്ടന് എന്തുകൊണ്ടാണ് ഈ കാർ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു 7 സീറ്റർ പൊക്കമുള്ള വണ്ടി എന്നുള്ള രീതിയിലാണ് വണ്ടി നോക്കിയത്. അപ്പോൾ ഞാനൊരു ഹോണ്ട സിറ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു 8 ഇയേഴ്സിന് മേലെ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി പൊക്കമുള്ള വണ്ടി വേണം എന്നുള്ള ഇത് വന്നു. അങ്ങനെ 7 സീറ്ററും നമുക്ക് കസിൻസൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോകാനൊക്കെ ആയിട്ട് 7 സീറ്റർ വേണം എന്നുള്ള ഇത് കൊണ്ട് വന്നപ്പം അങ്ങനെയാണ് ഞാൻ ഒരു വണ്ടി നോക്കണം എന്നുള്ള രീതിയിൽ വന്നത്. അപ്പം ആക്ച്വലി ഒരു 2 ഇയേഴ്സ് ആയിട്ട് വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ സഫാരിയിലോട്ട് ഡിസൈഡ് ചെയ്തത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ റിജക്ട് ചെയ്തിട്ട് എന്താ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ കാരണങ്ങൾ വല്ലതും ഉണ്ടോ? കാരണങ്ങൾ ഫസ്റ്റ് ആക്ച്വലി ലുക്സ് ആണ്. നല്ല റോഡ് പ്രസൻസ് ആണ് വണ്ടിക്ക്. അപ്പം വണ്ടി ലുക്ക് കണ്ട ഞാൻ ആക്ച്വലി ഹാരിയർ ആയിരുന്നു ഫസ്റ്റ് നോക്കിയിരുന്നത്. ഹാരിയർ നോക്കി എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്ന വണ്ടി സഫാരി ആയിരുന്നു. അപ്പൊ എനിക്ക് സഫാരി കണ്ടപ്പോൾ തന്നെ ഹാരിയറിനൊക്കെ കുറച്ചും കൂടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ കഴിഞ്ഞ മോഡൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ഈ മോഡല് എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി സഫാരി നമ്മുടെ ഹാരിയറിനെക്കാട്ടി കുറച്ചും കൂടെ ലുക്സ് ഉള്ളതായിട്ട് തോന്നി. ഇത് ആക്ച്വലി പ്യുർ പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. ഇത് ഒരു മിഡിൽ വേരിയന്റ് ആണ്. ടോപ്പ് ഇതിന് മേലെ ഒരു 2 മോഡലും കൂടെ ഉണ്ട്. അക്കംപ്ലിഷ്ഡ് ഉണ്ട്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞ 2 മോഡൽസും ഉണ്ട്. ഇത് പ്യുർ പ്ലസ് എസ് എന്ന് പറഞ്ഞ മോഡൽ. അതിനകത്ത് എനിക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. മുകളിലോട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുമ്പോൾ നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അഡാസ് ഒന്നും എനിക്ക് ആവശ്യം. പിന്നെ ഞാൻ എന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലും എനിക്കൊരു ഈ മോഡൽ തോന്നി. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്, ഫൈനലൈസ് ചെയ്തത്. ചേട്ടാ, അപ്പൊ കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മള് കാർ എടുത്തത് 2025 മാർച്ചിലാണ്. മാർച്ച് എൻഡിങ്ങിലായിട്ടാണ് വണ്ടി എടുത്തത്. ഒരു നമ്മൾ 3 മന്ത്സോളം ആയി. നമ്മളൊരു 3000 കിലോമീറ്റേഴ്സ് ഇപ്പം ഓടിച്ചു. അപ്പൊ കാർ വാങ്ങിയിട്ട് 3 മാസം ആയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ട്രാവൽ ചെയ്ത സമയത്ത് കംഫർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഹോണ്ട സിറ്റി ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുമായിരുന്നു തിരിച്ചു വരുമ്പോൾ. പക്ഷെ ഇതിപ്പോ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ മൂന്നാർ പോയി, പൊന്മുടി പോയി. പക്ഷെ തിരിച്ചു വന്നപ്പം ആ ഹോണ്ട സിറ്റിയിൽ നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന പോലെ ആ ഒരു ടയർഡ്നെസ് ഒന്നും ഒട്ടും ഫീൽ ചെയ്തില്ലായിരുന്നു. മോനും അതേണക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പം നമ്മുടെ ഇതില് ടെക്നിക്കലി നമുക്കറിയില്ല, അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോണ്ട സിറ്റി വെച്ചിട്ടും ഇത് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പം കൂടെ ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി കംഫർട്ടബിൾ ആണെന്നാണ് നമുക്കിപ്പോ ഈ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായത്. മോൻ എങ്ങനെയുണ്ട്? വണ്ടി ഇഷ്ടപ്പെട്ടോ? അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺറൂഫ് ആണോ? ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വണ്ടിയുടെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഫ്രണ്ടിലുള്ള ഫീച്ചേഴ്സ് ആദ്യമേ നോക്കാം. നമുക്ക് ഈ പ്യുർ പ്ലസ് എസിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് നമുക്ക് ഈ മോഡൽ വരുന്നില്ല. ആക്ച്വലി ഇത് ഞാൻ വെളിയിൽ നിന്ന് വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഒരു വലിയ ഗ്രില്ല്, താഴെയും നമുക്ക് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഇതൊരു LED ലൈറ്റ് ആണ്. ഇത് ആക്ച്വലി കണക്റ്റഡ് DRL-ആണ്. ആക്ച്വലി ഇത് ഫുള്ള് കണക്റ്റ് ആവും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ്, ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നത്. ആ സൈഡിലും അത് കണക്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഹെഡ് ലാമ്പ് ആക്ച്വലി ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കത്തിക്കോളും. പിന്നെ വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് റെയിൻ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ വർക്ക് ചെയ്തോളും. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ആക്ച്വലി മെയിനായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കളർ ബ്ലാക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താ? ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടല്ലേ? അതെ, ബ്ലാക്ക് ആക്ച്വലി നല്ല മെയിൻ്റനൻസ് ആണ്. നമുക്കൊരു 2 ദിവസത്തിൽ 2-3 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ലോണം നമുക്ക് പൊടിയൊക്കെ ഡസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ആക്ച്വലി നല്ല റോഡ് പ്രസൻസ് നമുക്ക് ബ്ലാക്കിലാണ് കിട്ടിയത്. നമുക്ക് ബ്ലാക്ക് കണ്ടപ്പോഴാണ് നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടത്. ക്ലാസിക് ലുക്ക് അല്ലേ? അതെ.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്ലാക്കിലോട്ട് വന്നത്. ആക്ച്വലി ബ്ലാക്കിന് കുറച്ച് നമുക്കൊരു ഏകദേശം ഒരു 60,000 റുപ്പീസ് എക്സ്ട്രാ ആവുന്നുണ്ട്. Extra കാരണം ആവും, ആ. ഇതിനകത്തും നമുക്ക് എല്ലാം ബ്ലാക്കിലാണ് വരുന്നത്. ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ ആണ്. അപ്പം ഫുൾ ഇന്റീരിയറും എല്ലാം നമുക്ക് ഡാർക്കിലാണ് വരുന്നത്. അപ്പം പക്ഷേ ഡാർക്കാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതാണ് ഡാർക്കിലോട്ട് പോയത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാറിന്റെ സൈഡിലെ ഫീച്ചേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് നമുക്കിവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഡാർക്ക് എഡിഷൻ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് 17 ഇഞ്ച് അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. നമുക്ക് ഇതിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് 18 ഇഞ്ച് 19 ഇഞ്ച് വരെ പോകുന്നുണ്ട് അതിൻ്റെ നമുക്ക് അലോയ് വീൽസിൻ്റെ സൈസ്. പിന്നെ ഇവിടെ ഒരു സഫാരിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഫോൾഡിങ് മിററാണ്. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ. പിന്നെ വരുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് സൈഡിൽ നിന്നുള്ള ലുക്സിൽ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാമോ? വണ്ടി നമുക്ക് അപ്രോക്സിമേറ്റ് 25.5 lakhs ആണ് നമുക്ക് വണ്ടിക്ക് ഓവറോൾ ആയത്. നമ്മൾ ഇൻഷുറൻസും എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ അന്ന് നമ്മൾ ആക്ച്വലി വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, നമ്മൾ പഴയ യൂസ് ചെയ്തിരുന്ന വണ്ടി. അപ്പം എക്സ്ചേഞ്ച് ചെയ്ത ഞാൻ പറഞ്ഞ വണ്ടിയുടെ ഓവറോൾ പ്രൈസ് ആണ്, എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയല്ല. പിന്നെ നമുക്ക് ഹയർ മോഡൽസിൽ വരുമ്പോൾ ഏകദേശം 35 lakhs-ഓളം വരുന്നുണ്ട്. എഡാസ് ഉൾപ്പെടെയുള്ള മോഡലിന് വരുമ്പോൾ 35 lakhs-ഓളം ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹാരിയറുമായിട്ട് ഏകദേശം 1 lakh-ന്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ ഈ ഡാർക്ക് എഡിഷൻ ആയതിൻ്റെ ഒരു 60,000 റുപ്പീസും എക്സ്ട്രാ വരും. അങ്ങനെയാണ് നമുക്ക് 25.5 lakhs ആണ് അപ്രോക്സിമേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? വണ്ടി എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഞാൻ കുറച്ച് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിരുന്നു. ലുക്ക് വൈസും എനിക്ക് ഡ്രൈവിങ്ങും കംഫർട്ടിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. ഞാൻ 2-3 ഹിൽ സ്റ്റേഷനിൽ മൂന്നാറും പൊന്മുടിയൊക്കെ പോയിരുന്നു. അപ്പോൾ കൂടെ ഇരുന്നവർക്കും എല്ലാവർക്കും വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. റൈഡിങ് കംഫർട്ട് ആണെങ്കിലും ശരി, ബോഡി റോളൊക്കെ വളരെ കുറവാണ് വണ്ടിക്ക്. പിന്നെ ഓടിക്കാനാണ് ഞാനിപ്പം വൈകിട്ടൊക്കെ ഇടയ്ക്ക് നമ്മൾ ഫാമിലിയിൽ ഇരിക്കുന്ന സമയത്ത് എടുത്ത് പുറത്തൊക്കെ ജസ്റ്റ് ഡ്രൈവിങ്ങിന് വേണ്ടി തന്നെ പോകാറുണ്ട്. ആക്ച്വലി ഞാൻ പഴയ വണ്ടിയിൽ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പം പിന്നെ ഞാൻ പഴയ മാനുവൽ ആയിരുന്നു, ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഒരു കംഫർട്ടും ഉണ്ട്. ഓട്ടോമാറ്റിക് നല്ല സ്മൂത്ത് ആണ്. നമ്മൾ ഇത് ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതൊന്നും അറിയുന്ന പോലുമില്ല, ചേഞ്ച് ചെയ്യുന്നൊന്നും ഗിയർ ചേഞ്ചിങ് ഒന്നും അറിയത്തില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട് വണ്ടി. പിന്നെ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല പവർഫുൾ ആണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വണ്ടിയുടെ ബാക്ക് സൈഡിലെ കാര്യങ്ങളാണ്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ വൈപ്പർ ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാമറ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ, റിവേഴ്സ് ക്യാം. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ട്, പിന്നെ സെൻസേഴ്സും ഉണ്ട്, ബാക്കിൽ ഒരു സെൻസേഴ്സും ഉണ്ട്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ബാക്ക് സൈഡിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വണ്ടിയുടെ ഇന്റീരിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്കും ഈ സ്റ്റിയറിംഗ് വീല് നമുക്കൊരു ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ ഇതിൽ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ക്രൂയിസ് കൺട്രോളിന്റെ ഇതാണ് ഈ സ്ഥലത്ത് വരുന്നത്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് മീഡിയ പ്ലെയറിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മീഡിയ പ്ലെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ഇതിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നോട്ടിഫിക്കേഷൻസ് ഇതിൽ വണ്ടിയുടെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു മീഡിയ പ്ലെയർ വരുന്നുണ്ട്, അത്യാവശ്യം വലിയ മീഡിയ പ്ലെയർ തന്നെയാണ്. പിന്നെ നമ്മൾ ഹയർ മോഡൽസിലോട്ട് പോകുമ്പോൾ ഇതിലും കുറച്ചും കൂടെ വലിയ മീഡിയ പ്ലെയർ ആണ് നമുക്ക് സഫാരിയിൽ വരുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാ കൺട്രോൾസും നമുക്ക് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ പ്ലെയർ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഈ വണ്ടിയിൽ ആക്ച്വലി ഒരു 6 സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്, JBLന്റെ. അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റമാണ്. 2 ട്യൂട്ടറും 4 സ്പീക്കറും വരുന്നത്. പിന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് നോബ്. ഇത് നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സിറ്റി ഡ്രൈവ് മോഡ്, റഫ് മോഡ്, വെറ്റ് മോഡ്, ഇത്രയും മോഡ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പവർ കിട്ടും. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരും. ഇതിനകത്ത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററും ഉണ്ട്. അല്ലാതെ 2 നമുക്ക് പെൻ ഡ്രൈവും അല്ലാതെ ചാർജിങ് സ്പോട്ട് 2 ഉണ്ട്. 5 വോൾട്ടിൻ്റെ 2 ചാർജിങ് സ്പോട്ട് ഇതിനകത്ത് നമുക്ക് കുത്താം. അല്ലാതെ ഒരു അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ 2 നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഈ മോഡലിൽ വരുന്നത് ഫാബ്രിക് സീറ്റുകളാണ്.
ലെതർ സീറ്റ്സ് ഇതിൻ്റെ ഹയർ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഫാബ്രിക് സീറ്റ് വരും. പിന്നെ നമുക്ക് ബോസ് മോഡ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് തന്നെ ഈ സീറ്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ബോസ് മോഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 7 സീറ്ററാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. നമ്മൾ പൊന്മുടി ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് നമ്മൾ കസിൻസൊക്കെ ഇവിടെ തന്നെയാണ് ഇരുന്നത്. അപ്പം അത്യാവശ്യം അവർ കംഫർട്ടബിൾ ആയിരുന്നു. ബാക്ക് സീറ്റും എല്ലാവർക്കും ഇരിക്കാം. അത്യാവശ്യം നീളമുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റിൽ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് പില്ലർ ടൈപ്പ് AC വെൻസാണ് വരുന്നത്. ഈ സൈഡിലാണ് നമുക്ക് AC വെൻസ് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് സൺറൂഫിൻ്റെ ഇതുണ്ടായതുകൊണ്ട് ആക്ച്വലി ആ സൈഡിലാണ് നമുക്ക് AC വെൻസ് വരുന്നത്. ഇത് നമുക്കൊരു പനോറമിക് സൺറൂഫാണ് വരുന്നത്. അപ്പൊ ഇതുപോലത്തെ കാർ റിവ്യൂസ് ഇനി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്